السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദ് ഖബറുകളെ, മജീദ് ഹുദവി അവറുകളെ, അഭിവന്യരായ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സർവശക്തനായ അല്ലാഹു ഇങ്ങനെ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. അല്ലാഹു അവന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിന്റെ സംതൃപ്തിയിലായി മരണമടയുന്ന, അവസാനം സുഖലോക സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണുന്ന അള്ളാഹുവിന്റെ മഹാഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ പ്രദേശത്ത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കാനുണ്ടായ കാരണം, കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് സംഘടിപ്പിച്ച കേരള നുസ്രത്തുൽ മുജാഹിദീന്റെ സമ്മേളനത്തിൽ ജനാബ് ഹുസൈൻ സലഫി വന്ന് പ്രസംഗിക്കുകയുണ്ടായി. അദ്ദേഹം മുസ്ലിം സമൂഹം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളും ശിർക്കും കുഫറും അനിസ്ലാമികവുമായി ചിത്രീകരിച്ച് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിച്ചു. ഇത്തരം കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുക, അവർക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ വഴി കാണിച്ചു കൊടുക്കുക എന്നതാണ് ഇങ്ങനെ ഒരു പരിപാടി കൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വന്ന് പ്രസംഗിച്ച ഹുസൈൻ സലഫി സുപ്രധാനമായും 6 കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ പ്രധാനമായും എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചുമല്ല പറയുന്നത്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന പലരും കൃത്യമായി മനസ്സിലാക്കാതെ പോയ ഒരു കാര്യമാണ് ആദരവ് പരിധി വിട്ട് ആരാധനയായി മാറുന്നു. ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന പലരും മനസ്സിലാക്കാതെ പോയ ഒരു വസ്തുതയാണ് ആദരവ് പരിധി വിടുന്നു, അത് ആരാധനയായി മാറുന്നു. ഇത് ശിർക്കാണ്. ഇതാണ് ലോകത്തുള്ള സകല കുഴപ്പങ്ങളുടെയും ആണിക്കല്ല്. ഈ ആദരവ് അതിരുവിട്ട് ആരാധനയായി മാറിയതാണ് ലോകത്തുള്ള സകല കുഴപ്പങ്ങളുടെയും ആണിക്കല്ല്. മാത്രമല്ല, ലോകത്ത് സംഭവിച്ച, ഇസ്ലാമിക ലോകത്ത് സംഭവിച്ച ആദ്യത്തെ വ്യതിയാനം ഈ രീതിയിലായിരുന്നു. മഹത്തുക്കളെ കുറിച്ച് വിശ്വസിക്കാൻ പാടില്ലാത്തത് വിശ്വസിച്ചു, പറയാൻ പാടില്ലാത്തത് പറഞ്ഞു,
അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നതും സഹായ അഭ്യർത്ഥന നടത്തുന്നതും അതിരുവിട്ട് ആദരവിന്റെ ഭാഗമാണ്. ഇത് പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ശിർക്കാണ്. ഈ ശിർക്കാണ് ലോകത്തുള്ള സകല കുഴപ്പങ്ങളുടെയും ആണിക്കല്ല്. ഇന്ന് മുസ്ലിംകൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി ശിർക്കാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. അഥവാ ആദരവ് പരിധി വിടുന്നു, ആരാധനയായി മാറുന്നു, അത് ശിർക്കാകുന്നു. ആ രീതിയിലുള്ള ഒരു ശിർക്കാണ് മഹത്തുക്കളെ വിളിക്കുക, അവരോട് സഹായം ചോദിക്കുക എന്നുള്ളത്. അത് പ്രാർത്ഥനയാണ്, ആരാധനയാണ്, ശിർക്കാണ്. രണ്ട്, അദ്ദേഹം പറഞ്ഞത് അതിരുവിട്ട് ആദരവിന്റെ പേരിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ഒരു ആദ്യമായി ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ച വിഭാഗമാണ് ഷിയാക്കൾ. ഇസ്ലാമിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഈ ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നതിന്റെ ശേഷമുള്ള സമുദായത്തിൽ നിന്ന് ആദ്യം വ്യതിചലിച്ച് പോയ വിഭാഗം ഷിയാക്കൾ. സുന്നികളും ഷിയാക്കളും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്, ഒരേ തൂവൽ പക്ഷികളാണ്. രണ്ട് വിഭാഗവും തമ്മിൽ പരസ്പരം അടുത്തു നിൽക്കുന്നു. സുന്നികൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും ഷിയാക്കളും വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഷിയാക്കൾ അംഗീകരിക്കുന്ന പല കാര്യങ്ങളും സുന്നികൾ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ട് കൂട്ടരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്, ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വെറുതെ പറഞ്ഞതല്ല, അദ്ദേഹം കാരണങ്ങൾ പറയുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് വരുമ്പോൾ കാരണം നമുക്ക് പറയാം. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞത് സുന്നികൾ പരിചയപ്പെടുത്തുന്ന ത്വരീഖത്തുകൾ അഥവാ ഖാദിരിയ്യ ത്വരീഖത്ത്, റിഫാഇയ്യ ത്വരീഖത്ത്, നഖ്ശബന്ദിയ്യ ത്വരീഖത്ത്, ചിശ്തിയ്യ ത്വരീഖത്ത്, ഇങ്ങനെയുള്ള ത്വരീഖത്തുകളൊക്കെ ഒന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ മുജാഹിദുകൾ ഇത്തരം ത്വരീഖത്തുകളെ അംഗീകരിക്കുന്നില്ല. അതിന് അദ്ദേഹം ചില കാരണങ്ങൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ശേഷം ഞാൻ പറയുന്നത്. എന്നാൽ പിന്നെ നമുക്ക് തോന്നും മുജാഹിദുകൾ ഒരു ത്വരീഖത്തിനെയും അംഗീകരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ഒരു ത്വരീഖത്ത്. അതേതാണ്? ത്വരീഖത്തു റസൂലില്ലാഹി വഅസ്ഹാബിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ത്വരീഖത്തും അവരുടെ സഹാബത്തിന്റെ ത്വരീഖത്തും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഈ ത്വരീഖത്തുകാരാണ് ഞങ്ങൾ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ത്വരീഖത്തു റസൂലില്ലാഹി വഅസ്ഹാബിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ത്വരീഖത്തും സഹാബത്തിന്റെ ത്വരീഖത്തും ഞങ്ങൾ അംഗീകരിക്കുന്നു. 4, കാര്യമായി അദ്ദേഹം പറഞ്ഞൊരു വിഷയം, ഞങ്ങൾ അമ്പിയാക്കൾ തെറ്റ് ചെയ്യുന്നവരാണ് എന്ന് മുജാഹിദുകൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് സുന്നികൾ ആരോപിക്കാറുണ്ട്. ഞങ്ങൾ മുജാഹിദുകൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അമ്പിയാക്കൾ തെറ്റ് ചെയ്യുന്നവരാണെന്ന് മുജാഹിദുകൾ വിശ്വസിക്കുന്നില്ല. അവർ പാപ സുരക്ഷിതരാണ്, അഥവാ മഅ്സൂമീങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം 70 പ്രാവശ്യം അല്ലെങ്കിൽ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തുന്നു. അതുകൊണ്ട് 70 പ്രാവശ്യം അല്ലെങ്കിൽ 100 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മുജാഹിദുകൾ പറയുകയും പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് എന്നത് പുരോഹിതന്മാരെ നിങ്ങൾ കളവ് പറയുകയാണ്, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു വിശ്വാസം ഞങ്ങൾക്ക് ഇല്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 തെറ്റ് ചെയ്യുന്നത് പോയിട്ട് ഒരു തെറ്റ് ചെയ്താൽ പോലും അവൻ ഇസ്ലാമിൽ സ്ഥാനമില്ല. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല, പ്രചരിപ്പിക്കുന്നില്ല, നിങ്ങളെ ആരോപിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞ് 4-ാമത്തെ കാര്യം. 5, അദ്ദേഹം പറഞ്ഞത് അതുപോലെ സുന്നികൾ മുജാഹിദുകളെ കുറിച്ച് പറയാറുണ്ട്, മുജാഹിദീങ്ങൾക്ക് ഔലിയാക്കളില്ല, അവർക്ക് കറാമത്തില്ല, അവർക്ക് ഔലിയാക്കളിൽ വിശ്വാസമില്ല, അവർക്ക് കറാമത്തിൽ വിശ്വാസമില്ല. അത് ശരിയല്ല. ഇയാൾ പറയാണ് അത് ശരിയല്ല. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഔലിയാക്കളുണ്ട്, ഔലിയാക്കളിൽ വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് കറാമത്തുണ്ട്, കറാമത്തിൽ വിശ്വാസമുണ്ട്, അതൊക്കെ ഞങ്ങൾക്കുണ്ട്. പിന്നെ നിങ്ങളും നമ്മളും തമ്മിൽ വിയോജിക്കുന്ന പ്രശ്നം ഇവിടെ, നിങ്ങൾ പറയുന്ന ഔലിയാക്കളെ അംഗീകരിക്കാൻ ഞങ്ങളെ കിട്ടില്ല. നിങ്ങൾ ഇന്നയാൾ വലിയാണ്, അയാൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ ഞങ്ങളെ കിട്ടില്ല. അതിന് അദ്ദേഹം പറഞ്ഞ സുപ്രധാനമായ 3 കാരണങ്ങൾ. 1, സുന്നികളുടെ ഔലിയാക്കൾക്ക് ജസ്ബുണ്ടാകും, ഇങ്ങനെ പ്രത്യേകമായ അവസ്ഥകൾ ഉണ്ടാകും.
ഈ പ്രത്യേകമായ ജദ്ബ് മജ്ദൂബീങ്ങൾ എന്നവരെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഉഖലാഉൽ മജാനിൻ എന്ന് പറയുന്നു. ഈ അവസ്ഥയിൽ സുന്നികൾ അംഗീകരിക്കുന്ന ഔലിയാക്കൾ നിസ്കരിക്കാറില്ല, നോമ്പനുഷ്ഠിക്കാറില്ല. അതുകൊണ്ട് ഇത്തരം ഔലിയാക്കളെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല, അംഗീകരിക്കാൻ ഞങ്ങളെ കിട്ടുകയില്ല. കാരണം ഇങ്ങനെ ഒരു ജദ്ബ് നടന്ന് ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, സഹാബത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ ഔലിയാക്കളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. രണ്ട്, ഈ ഔലിയാക്കളുടെ ഭാര്യമാരായാൽ അത് നിർഭാഗ്യമാണ്. കുടുങ്ങി ഈ സുന്നികൾ പറയുന്ന ഔലിയാക്കളുടെ ഭാര്യമാരെന്നൊക്കെ പറഞ്ഞാൽ വളരെ പരുഷമായി തങ്ങളുടെ ഭാര്യമാരോട് പെരുമാറുന്ന ആളുകളാണ്. അതിന് അദ്ദേഹം 2-3 ഉദാഹരണങ്ങൾ പറയുകയുണ്ടായി. ഒന്ന് CM മടവൂരിനെ കുറിച്ചായിരുന്നു. മടവൂര് തന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയ ഒരു സംഭവം അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി. അതുകൊണ്ട് സുന്നികളുടെ ഔലിയാക്കൾ ഭാര്യമാരോട് പരുഷമായി പെരുമാറുന്ന ആളുകളാണ്, ക്രൂരമായി പെരുമാറുന്ന ആളുകളാണ്. മറ്റൊന്ന് അദ്ദേഹം ഉദ്ധരിച്ചത് കടലുണ്ടിയിലെ ഏതൊരു ജമലുല്ലൈലി തങ്ങളെ കുറിച്ചായിരുന്നു. ഈ ജമലുല്ലൈലി തങ്ങള് എന്തൊക്കെ പറഞ്ഞ് തന്റെ ഭാര്യയുടെ കണ്ണൊക്കെ പോയി, പിന്നെ മരിക്കുന്നത് വരെ കാഴ്ച കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പൊന്നു ഹബീബന്മാരെ, ഇവർ ഔലിയാക്കളായ നമ്മൾ കുടുങ്ങി. അതുകൊണ്ട് ഈ ഔലിയാക്കളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഖാദിരിയ തരീഖത്തിൽ വിശ്വാസമില്ല, റിഫായിയ തരീഖത്തിൽ വിശ്വാസമില്ല, സിദ്ദിയ തരീഖത്തിൽ വിശ്വാസമില്ല. നിങ്ങൾ ഔലിയാക്കളിൽ വിശ്വാസമില്ല കേട്ടോ. ഇത് നിങ്ങൾ വിചാരിക്കുക ഏതെങ്കിലും പേരോടോ മറ്റുള്ള ആളുകളോ പ്രസംഗിച്ചതാണെന്ന് അല്ല. സാക്ഷാൽ ഹുസൈൻ സലഫി. നമ്മളൊക്കെ വിചാരിച്ചിരുന്ന ഈ പ്രസംഗം എന്ന് പറഞ്ഞാൽ തന്നെ ഏതാസ്ഥിതിക മുസ്ലിയാക്കന്മാരുടെ ശൈലിയാണെന്ന്. അല്ല, ഇപ്പൊ പുരോഗമനതയുടെ ഉന്നത മേഖലയിൽ നിൽക്കുന്ന ഹുസൈൻ സലഫിന്റെ ശൈലി. അതുകൊണ്ട് ഈ ഔലിയാക്കളിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമല്ല. ഔലിയാക്കളുടെ ഭാര്യമാർക്ക് എണ്ണ വേണ്ടേ, സോപ്പ് വേണ്ടേ, ചായ വേണ്ടേ, ചോറ് വേണ്ടേ, മറ്റൊക്കെ വേണ്ടേ, അങ്ങനെ പറയാൻ കഴിയുമെന്നറിയില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഈ ഔലിയാക്കളുടെ വിശ്വാസമല്ല. പിന്നെന്താ മൂന്നാമത്തെ കാരണം? സുന്നികളുടെ ഔലിയാക്കൾക്കുള്ളൊരു കുഴപ്പം, അവർ മലക്കുകളെ നിയന്ത്രിക്കുന്നു, മലക്കുകളെ ഭീഷണിപ്പെടുത്തുന്നു. അതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. ബഹുമാനപ്പെട്ട അശ്ശൈഖ് ഔസുൽ ആലം അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഒരു മുരീദ് ഖബറിൽ വെച്ച് മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പറഞ്ഞേക്കുകയുണ്ടായി. ഇങ്ങനെ മലക്കുകളെ ഭീഷണിപ്പെടുത്തുന്ന ഔലിയാക്കളെ ഞങ്ങൾ അംഗീകരിക്കില്ല, അവരെ ഞങ്ങൾ വിശ്വസിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുന്നികളെ, നിങ്ങൾ ഔലിയാക്കളെ ഈ വിശേഷണങ്ങളുള്ള ആളുകളാണ്, ആ ഔലിയാക്കളെ ഞങ്ങൾ അംഗീകരിക്കില്ല. പിന്നെ ഞങ്ങൾ ഔലിയാക്കൾ അംഗീകരിക്കുന്നുണ്ട്, ഞങ്ങൾ കറാമത്തിൽ വിശ്വാസമുണ്ട്, ഇവരെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് ഔലിയാക്കൾ അംഗീകരിക്കാത്ത ആളുകളാണെന്നും ഞങ്ങളെക്കുറിച്ച് പറയുന്നത്. ആറാമതായി അദ്ദേഹം പറഞ്ഞത്, സാധാരണ സുന്നി പുരോഹിതന്മാർ പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണ് എന്ന് മുജാഹിദുകൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പൊന്നു ഹബീബന്മാരെ, അങ്ങനെ ഒരു വിശ്വാസം ഞങ്ങൾക്കില്ല. ഹുസൈൻ സലഫി പറയാണ്, അങ്ങനെ ഒരു വിശ്വാസം ഞങ്ങൾക്കില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസാധാരണ മനുഷ്യനാണ്, സാധാരണ മനുഷ്യനല്ല, അസാധാരണ മനുഷ്യനാണ്. പിന്നെ നിങ്ങളും നമ്മളും മുജാഹിദുകളും സുന്നികളും തമ്മിൽ വിയോജിക്കുന്നത് ഇവിടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന്റെ ശേഷവും കർമ്മരംഗത്തിന്റെ ഉപകാരവും ഉപദ്രവവും ചെയ്യും എന്ന കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. മറിച്ച് പ്രവാചകന്മാര് അവര് സാധാരണ മനുഷ്യനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അത് ഞങ്ങളെക്കുറിച്ച് അത്യാരോപണം നടത്തുകയാണ്. അവർ അസാധാരണ മനുഷ്യന്മാര് തന്നെയാണ്. ഇങ്ങനെ വളരെ സുപ്രധാനമായി 6 കാര്യങ്ങളാണ് ജനാബ് ഹുസൈൻ സലഫി പുത്തനത്താണിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. പ്രസംഗത്തിന്റെ വലിയൊരു ഭാഗം നേർക്കുനേരെ തന്നെ ശ്രദ്ധിക്കാൻ എനിക്ക് അവസരമുണ്ട്. ഞാനിവിടെ വന്ന് കേട്ടു. ഈ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി നമ്മൾ ആലോചിക്കുന്നത്, ഈ വിഷയങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ്, ഇതിന്റെ വസ്തുതകൾ എന്താണ്, ഇതിന്റെ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ്? ആദരവ് അതിരുവിട്ടാൽ ശിർക്കാകുമോ? ആദരവ് അതിരുവിടുന്നത് എപ്പോഴാണ്? സുന്നികൾ അംഗീകരിക്കുന്ന ഔലിയാക്കൾ ഈ രീതിയിലുള്ള ഔലിയാക്കളാണോ? അങ്ങനെയാണെങ്കിൽ അത് സംബന്ധമായി ഇസ്ലാമിക പ്രമാണങ്ങൾ എന്ത് പറയുന്നു?
മുജാഹിദുകൾ മഅ്സൂമങ്ങളാണ് എന്ന് പ്രവാചകന്മാരെ കുറിച്ച് വിശ്വസിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിസംബന്ധമായിട്ടാണ് ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒന്നാമതായി അദ്ദേഹം പറഞ്ഞ കാര്യം, ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന പലരും കൃത്യമായി